ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് പി എസ് സി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ ഒരു സെഷനിൽ നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹൈഡ്രോ കാർബൺസ് നമുക്കറിയാം, ഓർഗാനിക് കെമിസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. കെമിസ്ട്രി ഒരു സബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഹൈഡ്രോ കാർബൺസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജനറൽ ഫോർമുല. അപ്പോൾ ഇന്ന് ഈ ഒരു സെഷനിൽ നമ്മൾ ജനറൽ ഫോർമുല എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ എന്താണ് ഹൈഡ്രോ കാർബൺ? അതിന്റെ ഒരു ഡെഫിനിഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഹൈഡ്രോ കാർബൺ എന്താണെന്ന് നോക്കും. സോ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രോ കാർബൺസ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഓൺലി കാർബൺ ആൻഡ് ഹൈഡ്രജൻ. കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രോ കാർബൺസിൽ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഹൈഡ്രോ കാർബൺസിന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ CH4, C2H6, C6H5 ഇതെല്ലാം ഹൈഡ്രോ കാർബൺസിന്റെ എക്സാമ്പിൾ ആണ്. CH4 എന്ന് പറഞ്ഞാൽ മീഥെയിൻ ആണ്, C2H6 എന്ന് പറഞ്ഞാൽ ലീഥെയിൻ ആണ്, C6H6 എന്ന് പറഞ്ഞാൽ ബെൻസീൻ ആണ്. ഇതെല്ലാം ഹൈഡ്രോ കാർബൺസ് ആണ്. എല്ലാത്തിലും നോക്കിയാൽ മനസ്സിലാവും, കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെയാണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ എന്താണ് ഹൈഡ്രോ കാർബൺസ് എന്ന് ക്ലിയർ ആയി. ഇനി അടുത്തത് ഈ ഹൈഡ്രോ കാർബൺസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഹൈഡ്രോ കാർബൺസിന്റെ ക്ലാസിഫിക്കേഷൻ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതായത് പല പല ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ദ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചർ ആണ്. ഹൈഡ്രോ കാർബൺസിന്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ മെയിൻ ആയിട്ടും സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് ഹൈഡ്രോ കാർബൺസിനെ ബ്രോഡ് ആയിട്ട് രണ്ട് ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ആലിഫാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്നും മറ്റൊന്ന് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്നും. ഓക്കെ, ആലിഫാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്നും ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്നും. ഈ ഫാറ്റിക് ഹൈഡ്രോ കാർബൺസിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് എന്നീ ക്ലാസ്സുകളാണ്. അപ്പോൾ ഒന്ന് സാച്ചുറേറ്റഡ്, മറ്റൊന്ന് അൺസാച്ചുറേറ്റഡ്. അതിവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആലിഫാറ്റിക് അതിൽ സാച്ചുറേറ്റഡും ഉണ്ട് അൺസാച്ചുറേറ്റഡും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ആലിഫാറ്റിക്കും ആരോമാറ്റിക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. ആലിഫാറ്റിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ദീസ് ആർ ലോങ് ചെയിൻ ഹൈഡ്രോ കാർബൺസ് എന്ന് നമുക്ക് ജനറലി പറയാം. ഒരുപാട് നമ്മൾ ഇൻ ഡെപ്തിലേക്ക് പോകുന്നില്ല, ബിക്കോസ് ഈ ക്ലാസ്സിൽ നമ്മൾ ജനറൽ ഫോമിനെ കുറിച്ച് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ ഇൻ ഡെപ്തിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് ജനറൽ ഫോമിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിനെ മനസ്സിലാക്കാനായിട്ട് ഒരു ചെറിയൊരു കാര്യം, ഒരു ബ്രീഫായിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. അപ്പോൾ തൽക്കാലം ആലിഫാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത് ലോങ് ചെയിൻ ആയിട്ടുള്ള, അതായത് സ്ട്രേറ്റ് ചെയിൻ ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് ആണെന്ന് കരുതാം. ഓക്കെ ആണല്ലോ. അപ്പൊ അത് രണ്ട് ക്ലാസ് ഉണ്ട്. അതിലൊന്ന് സാച്ചുറേറ്റഡ്, മറ്റൊന്ന് അൺസാച്ചുറേറ്റഡ്. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ അതിൽ കാർബൺ ടു കാർബൺ സിംഗിൾ ബോണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ട് ഇൻ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അവിടെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടും ഉണ്ടാവും, കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടും ഉണ്ടാവും. അതായത് മൾട്ടിപ്പിൾ ബോണ്ട്സ് കാർബണിനിടയ്ക്ക് പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഹൈഡ്രോ കാർബൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. അപ്പൊ അതിൽ സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും വന്നൂടെ? യെസ്. അപ്പൊ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിനെ വീണ്ടും നമുക്കിനി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. യെസ്. അപ്പൊ ആ ക്ലാസിഫിക്കേഷൻ എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോ ആലിഫാറ്റിക് ഹൈഡ്രോ കാർബൺസിനെ ആദ്യം സാച്ചുറേറ്റഡ് എന്ന് ക്ലാസിഫൈ ചെയ്തു. സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ സിംഗിൾ ബോണ്ട്, കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് മാത്രമേ അതിൽ അടങ്ങിയിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ജനറലി വിളിക്കുന്ന പേരാണ് ആൽക്കെയിൻസ്. ഓക്കെ, കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ആൽക്കെയിൻസ് എന്ന് വിളിക്കും. ഇനി അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് മൾട്ടിപ്പിൾ ബോണ്ട്സ്, അതായത് ഡബിൾ ബോണ്ടും വരാം ട്രിപ്പിൾ ബോണ്ടും വരാം. ഡബിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ആൽക്കീൻസ് എന്നാണ്. ഓക്കെ, ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് ആർ നോൺ ആസ് ആൽക്കീൻസ് ആൻഡ് ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ആൽക്കൈൻസ് എന്നാണ്. മനസ്സിലായല്ലോ. യെസ്. അപ്പൊ വീണ്ടും ആലിഫാറ്റിക് ഹൈഡ്രോ കാർബൺസ് മൂന്ന് ടൈപ്പ് ഉണ്ട്: ആൽക്കെയിൻസ്, ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്. അതിന് ആൽക്കെയിൻസ് എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആണ്, സിംഗിൾ ബോണ്ട് ആണ് കാർബൺ ആറ്റങ്ങൾക്കിടയ്ക്ക് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ആൽക്കീൻസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് കാർബൺ ആറ്റങ്ങളുടെ ഇടയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഡബിൾ ബോണ്ടെങ്കിലും ഉണ്ടാവും. ട്രിപ്പിൾ ബോണ്ട് അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ആൽക്കൈൻസ് എന്ന് വിളിക്കും. ഇത് രണ്ടും അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള, അൺസാച്ചുറേഷൻ പ്രസന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബോണ്ട്സ് അടങ്ങിയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് ആണ് നമ്മൾ പറയാം. ഓക്കെ ആണല്ലോ. യെസ്. അപ്പൊ അതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്നാണ്. അപ്പൊ അതിന്റെ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. ആരോമാറ്റിക്, ആരോമ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം ഒരു ക്യാരക്ടറൈസ്ഡ് സ്മെൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം ഫ്രാഗ്രൻസ്, അതിനെയാണ് ആരോമ എന്ന് പറയുന്നത്. ആരോമാറ്റിക് കോമ്പൗണ്ട്സിന് മിക്കതിനും അതിൻ്റെതായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് സ്മെൽ ഉണ്ടാവും. ഓക്കെ, ഫീനോളിക് സ്മെൽ, കാർബോളിക് സ്മെൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും.
അപ്പോൾ ഇത്തരത്തിലുള്ള കോമ്പൗണ്ട്സിനെയാണ് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് എന്ന് വിളിക്കുന്നത്. അതിന്റെ ബൈ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ബെൻസീനും അതിന്റെ ഡെറിവേറ്റീവ്സും നമുക്ക് എന്തെന്ന് വിളിക്കാം? ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് എന്ന് വിളിക്കാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ ആണ് ബെൻസീൻ. ബെൻസീന്റെ സ്ട്രക്ചർ നമ്മൾ പഠിക്കും. ബെൻസീന്റെ സ്ട്രക്ചർ ഇവിടെ തന്നെ നമ്മൾ പഠിക്കും. ഓക്കെ, എന്നിട്ട് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് അല്ലെങ്കിൽ എന്താണ് ആരോമാറ്റിസിറ്റി, ഒരു ഹൈഡ്രോകാർബൺ ആരോമാറ്റിക് ആവുന്നത് എപ്പോഴാണ്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ സെഷനിൽ തന്നെ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി സൈക്ലിക് ഹൈഡ്രോകാർബൺസ് ഉണ്ട്. സൈക്ലിക് ഹൈഡ്രോകാർബൺസ് ഒരു സെപ്പറേറ്റ് ഭാഗമായിട്ട് നമുക്ക് പഠിക്കാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, അപ്പോൾ ഹൈഡ്രോകാർബൺസ് ആലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക്. ആലിഫാറ്റിക്കിന് സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ്, അതിന്റെ ജനറൽ ഫോർമുല ഉൾപ്പെടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിൽ വരുന്ന പ്രധാനമായിട്ടുള്ള ഹൈഡ്രോകാർബൺ ആണ് ആൽക്കെയിൻസ്. ആൽക്കെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ ബോണ്ട് മാത്രം അടങ്ങിയിട്ടുള്ള ഹൈഡ്രോകാർബൺസ്. ഓക്കെ ആണല്ലോ. യെസ്. അപ്പൊ ഈ ആൽക്കെയിൻസിനെ നമുക്കൊരു ജനറൽ ഫോർമുല കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ജനറൽ ഫോർമുലയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പൊ ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ CnH2n+2 ആണ്. അതായത് കാർബൺ ആറ്റത്തിന്റെ എണ്ണം n ആണെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം അതിന്റെ ഇരട്ടിയേക്കാൾ 2 കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ CH4 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്. ഓക്കെ, CH4 ഇതിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മീഥെയ്ൻ. ഓക്കെ, അപ്പോ ഇവിടെ കാർബൺ ആറ്റം 1 ആണ്. അപ്പൊ ഹൈഡ്രജൻ ആറ്റം എത്രയാണ്? 1ന്റെ ഇരട്ടി 2 ആണ്. 2നേക്കാൾ 2 കൂടുതൽ, അപ്പൊ 4 ആണ്. ഓക്കെ, അപ്പോ കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തിന്റെ ഇരട്ടി 2 ടൈംസിനേക്കാൾ 2 കൂടുതൽ 2 മോർ ആണ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം. അത്തരത്തിലുള്ള കോമ്പൗണ്ട്സ് വരുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ ആൽക്കെയിൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പേര് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇതിന്റെ പേര് മീഥെയ്ൻ എന്നാണ്. ഹൈഡ്രോകാർബൺസിന്റെ പേര് കൊടുക്കാൻ വളരെ സിമ്പിൾ ആണ്, മീഥെയ്ൻ. ഹൈഡ്രോകാർബൺസിന്റെ പേര് കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം കുറച്ച് റൂട്ട് വേർഡ്സ് ആണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ഒരു കാർബൺ ആറ്റം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ മെത്ത് എന്നാണ് പറയുക. 2 കാർബൺ ആറ്റം വന്നു കഴിഞ്ഞാൽ എത്ത്. 3 വന്നാൽ പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നൺ, ഡെക്, അങ്ങനെ 10 വരെ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റും. ഇതെല്ലാം റൂട്ട് വേർഡുകളാണ്. ഈ റൂട്ട് വേർഡ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആ ഒരു പദത്തിന് നമ്മൾ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ ആ അക്ഷരങ്ങൾക്ക് നമ്മൾ വിളിക്കുന്ന പേര് സഫിക്സ് എന്നാണ്. അതായത് റൂട്ട് വേർഡിന് ശേഷം എഴുതുന്നതിന് നമ്മൾ സഫിക്സ് എന്നും റൂട്ട് വേർഡിന് മുന്നേ എഴുതുന്നതിന് നമ്മൾ പ്രിഫിക്സ് എന്നും പറയും. അപ്പോ ആൽക്കീനുകളിൽ സഫിക്സ് ആയിട്ട് വരുന്നത് ANE ആണ്. അപ്പൊ ഏതൊരു കോമ്പൗണ്ടും ANEയിലാണ് അവസാനിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഏതൊരു കോമ്പൗണ്ട് ANEയിൽ അവസാനിച്ചാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനകത്ത് സിംഗിൾ ബോണ്ട് മാത്രമാണുള്ളത്. അതൊരു സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ്. അപ്പൊ ഇതാണ് ആൽക്കെയിൻസിന്റെ പ്രത്യേകത. ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല എന്താണ്? CnH2n+2. ഇനി നമുക്ക് രണ്ടാമത്തെ കോമ്പൗണ്ടിലേക്ക് പോവാം. രണ്ടാമത്തെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ആൽക്കീൻസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ രണ്ടാമത്തെ ക്ലാസ് എന്ന് പറയുന്നത് ആൽക്കീൻസ് ആണ്. ആൽക്കീൻസിന്റെ ജനറൽ ഫോർമുല CnH2n ആണ്. കാർബൺ ആറ്റത്തിന്റെ എണ്ണം എത്രയുണ്ടോ അതിന്റെ ഇരട്ടി ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഫോർ എക്സാമ്പിൾ C4H8, ഇതൊരു ആൽക്കീൻ ആണ്. കാരണം കാർബൺ ആറ്റത്തിന്റെ എണ്ണം 4 ആണെങ്കിൽ അതിന്റെ ഇരട്ടി 8 പേരാണ് ഇവിടെ ഉള്ളത്, ഈ ആൽക്കീനിലുള്ളത്. ക്ലിയർ ആണല്ലോ. ഇനി ഇതിന്റെ പേര്, അപ്പോ 4 കാർബൺ, മെത്ത്, എത്, പ്രൊപ്പ്, ബ്യൂട്ട്. ബ്യൂട്ടിനോടൊപ്പം റൂട്ട് വേർഡ് സഫിക്സ് ആയിട്ട് ചേർക്കേണ്ടത് ENE ആണ്. ENE. ഓക്കെ, അപ്പൊ ബ്യൂട്ടിനൊപ്പം ENE ചേർത്താൽ ഇതിന്റെ പേര് ബ്യൂട്ട് ഈൻ എന്ന് വരും. ഓക്കെ, അപ്പൊ ENEയിൽ അവസാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ആ കോമ്പൗണ്ടിൽ ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്. അതൊരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ്. അപ്പൊ ഈ ഹൈഡ്രോകാർബണിന്റെ പേര് ബ്യൂട്ടീൻ എന്നാണ്. ഇനി മൂന്നാമത്തത് ആൽക്കൈൻസ് ആണ്. ഓക്കെ, ആൽക്കൈൻസ്. അപ്പൊ ആൽക്കൈൻസിന്റെ ജനറൽ ഫോർമുല നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആൽക്കൈൻസിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n-2 ആണ്. ഓക്കെ, അപ്പൊ CnH2n+2 ആൽക്കെയിൻസ്, CnH2n ആൽക്കീൻസ് ആൻഡ് CnH2n-2 ആൽക്കൈൻസ്, ഇങ്ങനെയാണ് ജനറൽ ഫോർമുല വരുന്നത്. അതായത് ആൽക്കൈനുകൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ള അറ്റ്ലീസ്റ്റ് ഒരു കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടെങ്കിലുമുള്ള ഇത്തരത്തിലുള്ള കോമ്പൗണ്ട്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ ഒരു ട്രിപ്പിൾ ബോണ്ട് അടങ്ങിയിട്ടുണ്ട്. ഇനി അതിന്റെ കാർബൺ ആറ്റത്തിന്റെ എണ്ണം എത്രയാണോ അതിന്റെ 2 ഇരട്ടിയേക്കാൾ 2 കുറവായിരിക്കും ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം. ഫോർ എക്സാമ്പിൾ ഞാനൊരു കോമ്പൗണ്ട് പറയാം, ഒരു കെമിക്കൽ ഫോർമുല എഴുതാം, C5H8. അപ്പൊ ഇവിടെ നമ്മൾ പരിശോധിച്ചാൽ കാർബൺ ആറ്റത്തിന്റെ എണ്ണം 5 ആണ്. 5ന്റെ ഇരട്ടി 10നേക്കാൾ 2 കുറവായിട്ട്. സോ CnH2n-2 ആണ്. ഈ ജനറൽ ഫോർമുലയ്ക്ക് അനുസരിച്ചാണ് അത് വരുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ആൽക്കൈൻ ആണ്.
അപ്പൊ ഇതിന്റെ പേരെന്ത് വരും? 5 കാർബൺ വന്നു കഴിഞ്ഞാൽ റൂട്ട് വേർഡ് പെന്റ്. പെന്റിനോടൊപ്പം ചേർക്കേണ്ട സഫിക്സ് YNE, ഐൻ. അപ്പൊ പെന്റൈൻ എന്ന് വരും. ഓക്കെ, പെന്റൈൻ. അപ്പൊ YNE യിൽ അവസാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ 3 ബോണ്ട്, 2 കാർബൺ ആറ്റങ്ങൾക്കിടയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു ട്രിപ്പിൾ ബോണ്ട് എങ്കിലും അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഇതാണ് ആൽക്കീൻസ് അല്ലെങ്കിൽ ജനറലി ആലിഫാറ്റിക് ഹൈഡ്രോ കാർബൺസിന്റെ ജനറൽ ഫോർമുല നമ്മൾ എഴുതുന്ന രീതിയാണ് ഇപ്പോ ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്ന ആൽക്കെയിൻസ് എന്താണെന്നൊന്ന് വിശദമായി നോക്കാം. അപ്പൊ ആൽക്കെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കെയിൻസ് നമ്മൾ പറഞ്ഞതാണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് കണ്ടെയ്നിങ് ഓൺലി സിംഗിൾ കോവാലന്റ് CC ബോണ്ട്. അപ്പൊ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണ് ഇതിലുള്ളത്. അതിന്റെ ജനറൽ ഫോർമുലയും നമ്മൾ പറഞ്ഞു, CnH2n+2. അപ്പോ ആൽക്കെയിൻസിന്റെ കുറച്ച് ഫ്യൂ മെമ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ മെമ്പർ CH4 ആണ്. ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് ഹൈഡ്രോ കാർബൺ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു കാർബൺ ഉള്ള ഏറ്റവും ചെറിയ ഹൈഡ്രോ കാർബൺ ആണ്. ഓക്കെ, CH4. ഇതിന്റെ പേര് മീഥെയിൻ എന്നാണ്. ഓക്കെ, കാരണം ഒരു കാർബൺ അല്ലേ ഉള്ളൂ. ഇനി അതിന്റെ സഫിക്സ് നോക്കൂ, ANE. ഇനി അടുത്തത് C2H6 എന്ന് പറയുമ്പോൾ ഈഥെയിൻ ആണ്. അതുപോലെ C3H8 എന്ന് പറഞ്ഞാൽ പ്രൊപ്പൈൻ ആണ്. C4H10 എന്ന് പറഞ്ഞാൽ ബ്യൂട്ടൈൻ ആണ്. അപ്പോൾ എല്ലാത്തിലും നിങ്ങൾ നോക്കുക, കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയേക്കാൾ 2 കൂടുതലാണോ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം എന്ന് കൃത്യമായി പരിശോധിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആയിട്ടുള്ള ആൽക്കെയിൻ ആണ്. അതിന്റെ പേര് എഴുതാനും ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പൊ ആൽക്കെയിൻസിനെ കുറിച്ച് ഇത്രയാണ് പറയാനായിട്ടുള്ളത്. ഇനി അതിനുശേഷം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന അതായത് ഇത് ജനറൽ ഫോർമുലയിൽ ഉൾപ്പെടുന്ന ടോപ്പിക് അല്ല, എന്നാലും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ചു വരാം. ഹൈബ്രിഡൈസേഷൻ ഒക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്താണ് sp3 ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ sp2 ഹൈബ്രിഡൈസേഷൻ എന്നൊക്കെ കൊണ്ട് അത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. എന്നാലും ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു തരാം. ഈ ആൽക്കെയിനുകളിൽ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയണം. അപ്പൊ ആൽക്കെയിനുകളിൽ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു എസും 3 പിയും ചേർന്നിട്ടാണ് sp3 ഹൈബ്രിഡൈസേഷൻ വരുന്നത്. അപ്പൊ ഒരു എസും 3 പിയും, അപ്പൊ ആകെ മൊത്തം 4 ഹൈബ്രിഡ് ഓർബിറ്റലുകളാണുള്ളത്. ഓക്കെ, 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഉള്ളത്. ഒരു എസും 3 പിയും ചേർന്നിട്ട് 4 ഹൈബ്രിഡ് ഓർബിറ്റൽ. അപ്പോ നമ്മൾ ഒന്ന് മനസ്സിൽ വിചാരിക്കാം, ഒരു സെന്ററിൽ അല്ലെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു കുറ്റി അടിച്ചിട്ടുണ്ട്. ആ കുറ്റിയിൽ 4 പേരെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ 4 എന്തെങ്കിലും നായ്ക്കളെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അതിനുശേഷം ഇത് 3D സ്പേസിൽ, അതായത് വായുവില്, ഇപ്പോ നായ്ക്കള് പറഞ്ഞാൽ പറ്റില്ലല്ലോ, അത് 2D സ്പേസ് ആയി പോകും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒരു 3D സ്പേസിൽ സഞ്ചരിക്കുന്ന എന്തെങ്കിലും ഒരു ഒബ്ജക്ട്. ഓക്കെ, അതിങ്ങനെ ഒരു സെന്ററിൽ നമ്മൾ കെട്ടിയിടണം. കെട്ടിയിട്ടതിന് ശേഷം മാക്സിമം ഡിസ്റ്റൻസിൽ ഇവർക്ക് നിൽക്കാൻ പറഞ്ഞാൽ ഇവർ നിൽക്കുന്ന ഷേപ്പ് ദാ ഈ ഒരു ഷേപ്പ് ആയിരിക്കും. അതായത് ട്രൈപോഡ് സ്റ്റാൻഡ് ഒക്കെ കണ്ടിട്ടില്ലേ? ഈ ട്രൈപോഡ് സ്റ്റാൻഡ് ഒക്കെ ഇരിക്കുന്ന പോലെ ദാ ഈ ഒരു ഷേപ്പിൽ ഇരുന്നാലാണ് ഏറ്റവും ഡിസ്റ്റൻസിൽ ഇതിന് നിൽക്കാൻ പറ്റുന്നത്. ഓക്കെ, വേറെ ഏത് ഷേപ്പിൽ നിന്നാലും ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് കുറവായിരിക്കും. ഇവർക്ക് മാക്സിമം ഡിസ്റ്റൻസിൽ ഫാർ അപ്പാർട്ട് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് ഈ ഒരു ഷേപ്പിലാണ്. ഈ ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര്, ഈ ട്രൈപോഡ് സ്റ്റാൻഡിന്റെ ഷേപ്പിനെ വിളിക്കുന്ന പേര് ടെട്രാഹിഡ്രൽ ഷേപ്പ് എന്നാണ്. അപ്പോ ഇവിടെ sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ആ മോളിക്യൂൾസിന്റെ ഷേപ്പ് ടെട്രാഹിഡ്രൽ ജോമെട്രി ആയിരിക്കും. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ടെട്രാഹിഡ്രൽ ജോമെട്രി ആണെങ്കിൽ അവിടെ വരുന്നത് ഈ ഒരു ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് അത് അവിടെ കൊടുത്തിട്ടുണ്ട്, 109.5 ഡിഗ്രി ബോണ്ട് ആംഗിൾ ആണ്. ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആൽക്കെയിനുകൾ ലീസ്റ്റ് റിയാക്റ്റീവ് ആയിരിക്കും, അതിന്റെ റിയാക്ടിവിറ്റി വളരെ കുറവായിരിക്കും. രണ്ടാമത്തത്, ഇത് അണ്ടർഗോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് വിധേയമാകുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ CH4 ഞാൻ ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് നമ്മുടെ മീഥെയിന്റെ സ്ട്രക്ചർ ആണ് ഞാനിപ്പോ വരയ്ക്കുന്നത്. ഓക്കെ, ഈ CH4ലേക്ക് നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റിന്റെ പ്രസൻസിൽ ക്ലോറിൻ ആഡ് ചെയ്യുമ്പോൾ ക്ലോറിൻ എന്ന് പറഞ്ഞാൽ Cl2 ആ. ഓക്കെ, അതിൽ ഒരു ക്ലോറിൻ എന്ത് ചെയ്യും? ഒരു ഹൈഡ്രജനെയും കൊണ്ടുപോകും. അപ്പൊ അതെന്തായി? HCl ആയിട്ട് മാറി. ഇനി ഈ ഹൈഡ്രജൻ ഇരിക്കുന്ന സ്പേസിലേക്ക് ഇനി ഒരു ക്ലോറിൻ ബാക്കി നിൽക്കുന്നുണ്ടല്ലോ, ആ ക്ലോറിൻ ഇങ്ങ് വരും. അപ്പൊ ഈ കോമ്പൗണ്ട് എന്തായി? HCl HH ഇങ്ങനെയായി. ഓക്കെ, ക്ലോറോമീഥെയിൻ ആയിട്ട് മാറി.
ഇത്തരത്തിൽ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് അവിടെ മറ്റൊരു ഗ്രൂപ്പ് വരുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ ആൽക്കെയിനുകൾ സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് തരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റും കൂടെയുണ്ട്. ആൽക്കീനുകളെ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് പാരഫിൻസ് എന്നാണ്. അതായത് ഇത് ലെസ് റിയാക്റ്റീവ് ആണ്, ഇതിന് റിയാക്ടിവിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് ഇതിനെ പാരഫിൻസ് എന്നാണ് ജനറലി അറിയപ്പെടുന്നത്. സോ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ട്. അപ്പൊ ഈ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അതിന് ടെട്രാഹെഡ്രൽ ജോമെട്രിയിലേ നിൽക്കാൻ പറ്റുള്ളൂ. ടെട്രാഹെഡ്രലിന്റെ ബോണ്ട് ആംഗിൾ 109.5 ഡിഗ്രി ആണ്. ഇത് ലെസ് റിയാക്റ്റീവ് ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുകൾക്കാണ് സാധാരണ വിധേയമാകുന്നത്. ജനറലി പാരഫീൻസ് എന്നും അറിയപ്പെടാറുണ്ട്. അപ്പൊ ആൽക്കീൻസിനെ കുറിച്ച് ഇത്രയുമാണ് അറിയേണ്ടത്. ഇനി അടുത്ത രണ്ടാമത്തത് ആൽക്കീൻസ് ആണ്. ആൽക്കീൻസിനെ ജനറലി ഒളിഫീൻസ് എന്നാണ് പറയുന്നത്. അതിനും കാരണമുണ്ട്. ആൽക്കീൻസ് പൊതുവെ ഓയിൽ ലൈക്ക് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന, മിക്ക ആൽക്കീനുകളും ഒരു ഓയിൽ ലൈക്ക് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന കെമിക്കൽസ് ആണ്. അതുകൊണ്ടാണ് ആൽക്കീൻസിനെ ഒളിഫീൻസ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ഇപ്പൊ നമുക്കറിയാം എന്താണ്, അറ്റ്ലീസ്റ്റ് വൺ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടെങ്കിലും ഉണ്ടാവണം. ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ടെങ്കിലുമുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ആൽക്കീൻസ് എന്ന് വിളിക്കുക. ഇനി അതിന്റെ ജനറൽ ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ചു, CnH2n. എക്സാമ്പിൾസ് നമുക്കറിയാം, C2H4. ആൽക്കീൻസിന്റെ ഏറ്റവും സിമ്പിൾ അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെമ്പർ, ഏറ്റവും ലോവസ്റ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ അത് ഈഥെയ്ൻ ആണ്. കാരണം ഒരു കാർബൺ വെച്ചിട്ട് നമുക്ക് ഡബിൾ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഡബിൾ ബോണ്ട് ഉണ്ടാക്കാൻ കുറഞ്ഞത് 2 കാർബൺ എങ്കിലും വേണ്ടേ. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈഥീൻ എന്ന്. ഓക്കെ, അടുത്തത് 3 കാർബൺ വന്നാൽ പ്രൊട്ടീൻ, 4 കാർബൺ വന്നാൽ ബ്യൂട്ടീൻ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോ ഇത്രയുമാണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിൽ നമ്മൾ പേര് ഇങ്ങനെ പറയുന്നത്. അതിനുശേഷം ഹൈബ്രിഡൈസേഷനിലേക്ക് പോവുകയാണെങ്കിൽ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഇത് നമുക്ക് കെട്ടിയിട്ടിരിക്കുന്ന നായ്ക്കളെ വെച്ച് പറയാം. ഒരു കോമൺ ആയിട്ടുള്ള പോയിന്റിൽ 3 നായ്ക്കളെ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. എന്താ 3 നായ്ക്കൾ അല്ലെങ്കിൽ 3 ജീവികൾ എന്ന് ഞാൻ പറയാൻ കാര്യം, അതായത് ഇവിടെ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. അതായത് ഒരു എസും 2 പിയും കൂടെ ചേർന്നിട്ട് ആകെ 3 ഹൈബ്രിഡ് ഓർബിറ്റലാണ് ഉണ്ടാവുന്നത്. 3 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങളൊന്ന് നോക്കൂ, ഈ 3 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കുകയാണെങ്കിൽ ആ ഷേപ്പ് എന്തായിരിക്കും, അതൊരു ട്രയഗണൽ പ്ലാനാർ ഷേപ്പ് ആയിരിക്കില്ലേ. യെസ്. അപ്പോ ഇവിടെ sp2 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ അതിന്റെ ഷേപ്പ് ട്രയഗണൽ പ്ലാനാർ ജിയോമെട്രി ആയിരിക്കും. ഇതിന്റെ ബോണ്ട് ആംഗിൾ നമുക്ക് അറിയേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി അത് വളരെ ഈസി ആണല്ലോ. 120 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ ഒരു വലിയ സർക്കിളിനെ 3 ആക്കിയാൽ ഒരു ആംഗിൾ 120 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇനി റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് ആൽക്കീൻസിനെക്കാളും റിയാക്റ്റീവ് ആണ് ആൽക്കീൻസ്. അത് സാധാരണയായിട്ട് അഡിഷൻ റിയാക്ഷൻസിനാണ് വിധേയമാകുന്നത്. അതായത് സി ഡബിൾ ബോണ്ട് സി, എച്ച് 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 എച്ച്, ഇതാണ് നമ്മുടെ ഈഥീൻ. ക്ലിയർ ആണല്ലോ? യെസ്. ഈ ഈഥീൻ ഇതിലേക്ക് ഹൈഡ്രജൻ നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പൊ ഹൈഡ്രജൻ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് നിക്കലോ അല്ലെങ്കിൽ പ്ലാറ്റിനം പലേഡിയം പോലുള്ള ഇതൊരു മെറ്റൽ കാറ്റലൈസ്ഡ് റിയാക്ഷൻ ആണ്. അപ്പൊ അതൊന്നും നമ്മൾ നോക്കണ്ട, എന്താണ് അഡീഷൻ റിയാക്ഷൻസ് നോക്കിയാൽ മതി. അപ്പൊ ഇത്തരത്തിൽ ഹൈഡ്രജൻ പോലുള്ള കോമ്പൗണ്ടുകളുടെ സാന്നിധ്യത്തിൽ ഈ ഡബിൾ ബോണ്ട് അങ്ങ് പൊട്ടും. എന്നിട്ട് സിംഗിൾ ബോണ്ട് സി ആവും. അപ്പൊ ഈ 2 കാർബൺ ഓരോ വാലൻസി എക്സ്ട്രാ കിട്ടില്ലേ, അതിലേക്ക് ഈ ഓരോ ഹൈഡ്രജൻ H2ലുള്ള ഒരു ഹൈഡ്രജൻ ഇവിടെയും ആഡ് ആവും, മറ്റൊരു ഹൈഡ്രജൻ ഇവിടെയും ആഡ് ആവും. അപ്പൊ ഇത് CH3, ഇതും CH3. ഓക്കെ, ഇത് ഈഥെയ്ൻ ആയിട്ട് മാറി. ഇത്തരത്തിലുള്ള അഡിഷൻ റിയാക്ഷൻസ്, അതായത് കൂട്ടിച്ചേർക്കൽ, സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ മാറ്റിയിട്ട് അവിടെ മറ്റൊരാൾ വരിക. അഡിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു കൂട്ടിച്ചേർക്കല. അപ്പൊ ഇത്തരത്തില് അഡിഷൻ റിയാക്ഷൻസിനാണ് ആര് വിധേയമാകുന്നത്, ഈ ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് ഓഫ് കെമിക്കൽസ് വിധേയമാകുന്നത് എന്ന് നമുക്ക് പറയാം. അടുത്തത് ആൽക്കൈൻസ് ആണ്. ആൽക്കൈൻസിന് നമ്മൾ പൊതുവെ അസറ്റൈലീൻസ് എന്ന് പറയും. അപ്പൊ പാരഫീൻസ് ആയി, ഒളിഫീൻസ് ആയി, അടുത്തത് അസറ്റൈലീൻസ് ആണ്. അസറ്റൈലീൻസിനെയാണ് ആൽക്കൈൻസ് എന്ന് പറയുക. അതിന്റെ ഡെഫിനിഷൻ ഇനി നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഒരെണ്ണമെങ്കിലും വേണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് 1 കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് എങ്കിലും വേണം. ജനറൽ ഫോർമുലയും നമുക്കറിയാം, CnH2n-2 ആണ്. അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഒന്ന് C2H2, അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോമ്പൗണ്ട്, ഈഥൈൻ. അടുത്ത C3H4, C4H6. എല്ലാത്തിലും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, കാർബൺ ആറ്റത്തിന്റെ എണ്ണം എത്രയാണോ അതിന്റെ ഇരട്ടിയേക്കാൾ 2 കുറവായിരിക്കും ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ ആണല്ലോ? ഇനി ഹൈബ്രിഡൈസേഷൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആ ട്രിപ്പിൾ ബോണ്ട് ഉള്ള എല്ലാ കാർബൺ ആറ്റത്തിന്റെ അല്ല, ട്രിപ്പിൾ ബോണ്ട് ഉള്ള കാർബൺ ആറ്റങ്ങളുടെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ sp ഹൈബ്രിഡൈസേഷൻ ആണ്. അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ സി, ഇവിടെ 1, 2, 3 ഹൈഡ്രജൻ ഉണ്ടെന്ന് വിചാരിക്കുക. അടുത്ത സി, അവിടെ ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അടുത്ത സി, അവിടെ ഒരു ഹൈഡ്രജൻ.
ഓക്കെ, അപ്പൊ ഈ കോമ്പൗണ്ടിൽ 3 കാർബൺ ഉണ്ട്. ഈ 3 കാർബണിൽ ഈ കാർബണിലുമാണ് ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്. അതുകൊണ്ട് ഈ 2 കാർബൺ sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. ഇനി ഈ കാർബണിൽ എല്ലാം സിംഗിൾ ബോണ്ടാ. എല്ലാം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അവിടുത്തെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. കാരണം അത് ആൽക്കെയിന്റെ ഹൈബ്രിഡൈസേഷൻ ആണ് അവിടെ വരുന്നത്. മനസ്സിലായല്ലോ? അല്ലാതെ അതിലുള്ള എല്ലാ കോമ്പൗണ്ടും sp ഹൈബ്രിഡൈസ്ഡ് ആണെന്ന് വിചാരിക്കരുത്. അപ്പൊ sp ഹൈബ്രിഡൈസ്ഡ് ഒരു എസും ഒരു പിയും, അപ്പൊ രണ്ടുപേര് മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കാന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഷുഡ് ബി ലീനിയർ. ഓക്കെ, അത് ലീനിയർ ഷേപ്പ് ആയിരിക്കും, ദാ ഇങ്ങനെ. അപ്പൊ ലീനിയർ ഷേപ്പിലാണ് ഇങ്ങനെ നിൽക്കുന്നതെങ്കിൽ ഇവിടുത്തെ ബോണ്ട് ആംഗിൾ ഇറ്റ് ബി 180 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ജോമെട്രി നമ്മൾ പഠിച്ചു, ലീനിയർ ആണ്. ബോണ്ട് ആംഗിൾ നമ്മൾ പഠിച്ചു, 180 ഡിഗ്രി ആണ്. ഇനി ഹയസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള അലിഫാറ്റിക് ഹൈഡ്രോ കാർബൺസ് ആണ് ഇത്. അപ്പൊ റിയാക്ടിവിറ്റി സാച്ചുറേറ്റഡിന് വളരെ കുറവാണ്. അൺസാച്ചുറേറ്റഡിൽ ആൽക്കീൻസിന് കുറവാണ്, ആൽക്കൈൻസിന് കൂടുതലാണ്, വളരെ കൂടുതലാണ്. ഇതും അഡിഷൻ റിയാക്ഷൻ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അഡിഷൻ റിയാക്ഷനിന് വിധേയമാകുന്ന കോമ്പൗണ്ട് ആണ് ഇതും. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഇത്രയുമാണ് അവിടെ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി അടുത്തത് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് ആണ്. അപ്പൊ ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രോകാർബൺ കണ്ടെയ്നിങ് ബെൻസീൻ റിംഗ് വിത്ത് ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസ് എന്നാണ് ഡെഫിനിഷൻ. പൈ ഡെഫിനിഷൻ അത് ഇങ്ങനെയാണ്. അപ്പൊ ബെൻസീൻ റിംഗ് എന്താണെന്ന് നോക്കാം. ബെൻസീൻ റിംഗിനകത്ത് 6 കാർബണാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഒരു ഹെക്സഗന്റെ 6 മൂലയ്ക്ക് 6 കാർബൺ ഇരിക്കുന്ന പോലെയാണ് ബെൻസീൻ റിംഗ്. ഓൾട്ടർനേറ്റ് ആയിട്ട് ഇതുപോലെ ഡബിൾ ബോണ്ട് ഉണ്ടാവും. ഓൾട്ടർനേറ്റ് ആയിട്ട് ഒന്നിടെ വിട്ട് ഡബിൾ ബോണ്ടും ഉണ്ടാവും. അപ്പൊ ഒരു കാർബണ് ചുറ്റും 3 വാലൻസി. ഇനി ബാക്കിയുള്ള ഓരോ വാലൻസിയിലും ഓരോ ഹൈഡ്രജൻ കയറിയിരിക്കുക. അപ്പൊ ഇതാണ് ബെൻസീൻ റിംഗ്. C6H6, 6 കാർബൺ 6 ഹൈഡ്രജൻ. ഈ ബെൻസീൻ റിംഗിന് ഒരു പ്രത്യേകതയുണ്ട്. ഓക്കെ, ഈ ബെൻസീൻ റിംഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള പൈ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാർബൺ ആറ്റത്തിന് ചുറ്റും 3 ബോണ്ടാണ് ഉള്ളതെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഹൈബ്രിഡൈസേഷൻ sp2 ഹൈബ്രിഡൈസേഷൻ ആണെന്ന് നേരത്തെ നമ്മൾ പറയുകയും ചെയ്തു. ഓക്കെ, അപ്പോ ഒരു കാർബൺ എടുക്കുകയാണെങ്കിൽ ആ കാർബണിന് ചുറ്റും 3 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആ ഉള്ളത്, 3 പേര്. ഓക്കെ, അപ്പൊ ഇതേപോലെ 3 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഇരിക്കുക. അപ്പൊ ഈ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ അടുത്ത കാർബണുമായിട്ട് ബോണ്ട് ചെയ്യും, ഈ ഓർബിറ്റിൽ അടുത്ത കാർബണുമായിട്ട് ബോണ്ട് ചെയ്യും, ഈ ഓർബിറ്റിൽ അടുത്ത ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്യും. പക്ഷെ കാർബണിന്റെ വാലൻസി 4ആണ്. അപ്പൊ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാത്ത ഒരു p ഓർബിറ്റൽ ഈ കാർബണിൽ പ്രസന്റ് ആണ്. ഈ കാർബണിൽ മാത്രമല്ല, എല്ലാ കാർബണിലും പ്രസന്റ് ആണ്. ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാത്ത ഒരു p ഓർബിറ്റൽ ഇതുപോലെ എല്ലാ കാർബൺ ആറ്റത്തിലും ഉണ്ട്. ഓക്കെ, 6 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അത് 6ലും ഉണ്ട്. അതിൽ 6ലും ഓരോ ഇലക്ട്രോൺസും ഉണ്ട്. ഓക്കെ ആണല്ലോ? കാർബണിന്റെ വാലൻസി 4ആണ്. അപ്പൊ ഈ 6 എണ്ണത്തിലും ഓരോ ഇലക്ട്രോൺസും കാണും. ഈ ഇലക്ട്രോണുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഇലക്ട്രോൺസ് അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകളല്ല. ഈ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവും. ഇങ്ങനെ ഡീലോക്കലൈസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഡീലോക്കലൈസേഷന്റെ അർത്ഥം സ്ഥാനം മാറുക. അപ്പൊ ഇത്തരത്തില് പൈ ഓർബിറ്റിലുള്ള ഈ ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള, ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാതെ ബാക്കി നിൽക്കുന്ന ഒരു ഓർബിറ്റിലില്ലേ, ആ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺ ഇങ്ങനെ ഡീലോക്കലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, സ്ഥാനം മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ബെൻസീൻ റിംഗും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള പൈ ഇലക്ട്രോണുകളും, അതായത് സ്ഥാനം മാറുന്ന പൈ ഇലക്ട്രോണുകളും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്ന്. ഇപ്പോ ആരോമാറ്റിക്കിന്റെ ആ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് പിടികിട്ടിയിട്ടുണ്ടാവും. ഇനി ഒരു കോമ്പൗണ്ട് ആരോമാറ്റിക് ആണോ അല്ലയോ എന്ന് തെളിയിക്കാനായിട്ട് ഒരു റൂൾ ഉണ്ട്. ആ റൂളിനെ നമ്മൾ വിളിക്കുന്ന പേര് ഹക്കൽ റൂൾ ഓഫ് ആരോമാറ്റിസിറ്റി എന്നാണ്. ഹക്കൽ റൂൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഹക്കൽ റൂൾ എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, കുറച്ചും കൂടെ പോകുമ്പോൾ ഹക്കൽ റൂൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ഞാൻ പറഞ്ഞതുപോലെ ബെൻസീൻ ആണ്. ഇതിന്റെ ജനറൽ ഫോമിൽ നോക്കുകയാണെങ്കിൽ CnHn ആണ്. എല്ലായ്പ്പോഴും ഇത് ഒന്നാവണമെന്നില്ല, അപ്രോക്സിമേറ്റഡ് ആണ്. ഓക്കെ, യൂണിവേഴ്സൽ അല്ല. ആൽക്കീൻസിന്റെ ഒക്കെ ജനറൽ ഫോർമുല അത് ഫിക്സഡ് ആണ്. CnH2n-2 ആണെങ്കിൽ അത് ആൽക്കൈൻസിന്റെ തന്നെ ജനറൽ ഫോർമുലയാണ്. ബട്ട് CnHn എന്ന് പറയുന്നത് എപ്പോഴും ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിന്റെ ഫോർമുലയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, വ്യത്യാസം വരും. അപ്പൊ ജസ്റ്റ് അങ്ങനെ ഒന്ന് മനസ്സിലാക്കിയാൽ മോസ്റ്റ്ലി ഇതാണ്. അത് സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. ഈ സ്റ്റെബിലിറ്റിക്ക് കാരണം റെസൊണൻസ് ആണ്. കാരണം ഈ പൈ ഇലക്ട്രോൺസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ പൈ ഇലക്ട്രോൺസ് ഓടുന്നത് കാരണം ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക തരം പ്രോപ്പർട്ടിയാണ് റെസൊണൻസ്. റെസൊണൻസ് പറയുകയാണെങ്കിൽ അതിന് തന്നെ ഒരു അരമണിക്കൂർ വേണ്ടി വരും. അതുകൊണ്ട് റെസൊണൻസ് തൽക്കാലം ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ ഓടിക്കളിക്കുന്നത് മൂലം ഇവരുടെ ബോണ്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. കാരണം മുകളിലും താഴെയും ഭയങ്കരമായിട്ടുള്ള ഒരു ഇലക്ട്രോൺ ഡെൻസിറ്റി ബെൻസീൻ റിംഗിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ സ്റ്റേബിൾ ആണ്.
റിയാക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇവർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിനാണ് വിധേയമാകുന്നത്. അപ്പൊ എന്താണ് അഡിഷൻ എന്നും എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നും നമ്മൾ പറഞ്ഞതാണ്. ഒരാളെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ മറ്റൊരാൾ വരുന്ന ടൈപ്പ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിനാണ് ബെൻസീൻ റിംഗ് വിധേയമാകുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഹോമോലോഗസ് സീരീസ്. അപ്പൊ എന്താണ് ഹോമോലോഗസ് സീരീസ് എന്ന് നോക്കാം. ഹോമോലോഗസ് സീരീസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഒരു ഗ്രൂപ്പ് ഇതേപോലെ ഇവിടെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഈ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, ഫങ്ഷണൽ ഗ്രൂപ്പിനെ പറ്റി നമ്മൾ തൽക്കാലം ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നില്ല, അഥവാ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ ആൽക്കഹോൾ, കാർബോക്സിലിക് ആസിഡ്, ആൽഡിഹൈഡ്, കീറ്റോൺസ് ഇതെല്ലാം ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ്. ആ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോമോലോഗസ് സീരീസിൽ ഉൾപ്പെട്ട എല്ലാ ആളുകൾക്കും ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കണം. സോ ദേ ഷുഡ് ഹാവ് ദ സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്. രണ്ടാമത്തെ പോയിന്റ്, ദേ ഷുഡ് ഹാവ് ദ സെയിം ജനറൽ ഫോർമുല. മാത്തമാറ്റിക്സിലെ ചെറിയ ക്ലാസ്സുകൾ നമ്മൾ അരിത്തമെറ്റിക് സീരീസ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ എന്താ പ്രത്യേകത? ഒരു അരിത്തമെറ്റിക് സീരീസ് എന്താണ്? അതിന്റെ ഫസ്റ്റ് ടേം കാണും. അപ്പൊ ഇവിടെയും ഒരു ഫസ്റ്റ് ടേം ഉണ്ട്, തുടങ്ങാനായിട്ട് ഒരാളുണ്ട്. അതുകൊണ്ട് കോമൺ ഡിഫറൻസ് കാണും. അതായത് കൃത്യമായിട്ട് ഒരേ സംഖ്യ തന്നെയാണ് കൂടി കൂടി പോകുന്നത്. അതുപോലെ ഇവിടെയും ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആണ് CH2. ഓരോ സക്സസീവ് കോമ്പൗണ്ട് തമ്മിലും ഒരു CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസം കാണും. ഐ വിൽ എക്സ്പ്ലെയിൻ. അത് ഞാൻ എങ്ങനെയാന്ന് പറയാം. അടുത്ത പ്രത്യേകത എന്താണ്? ഒരു അരിത്തമെറ്റിക് സീരീസ് എന്ത് ചെയ്യാം? ഒരു ജനറൽ ഫോർമുല വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഒരു ജനറൽ ഫോർമുല വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഈ ഹോമോലോഗസ് സീരീസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഏകദേശം സെയിം ആണ്. പക്ഷേ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഇൻക്രീസ് അല്ലെങ്കിൽ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ചേഞ്ച് കാണിക്കും. ഓക്കെ, ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവും. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓൾമോസ്റ്റ് സിമിലർ പ്രോപ്പർട്ടീസ് ആണ് കെമിക്കലി. ഓക്കെ ആണല്ലോ. ഇതാണ് ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ആ ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞില്ലേ, കോമൺ ഡിഫറൻസിന്റെ കാര്യം. കോമൺ ഡിഫറൻസ് അല്ല, എന്നാലും അടുത്തടുത്ത രണ്ട് ആളുകൾ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നോക്കാം. ആദ്യത്തെ കോമ്പൗണ്ട് CH4 ആണ്. അടുത്ത കോമ്പൗണ്ട് C2H6 ആണ്. അതായത് C2 ആവാൻ ഒരു കാർബൺ കൂടി, H4H6 ആവാൻ എന്തായി? രണ്ട് ഹൈഡ്രജൻ കൂടി. അപ്പൊ ഇവര് തമ്മിലുള്ള വ്യത്യാസം ഒരു കാർബണും രണ്ട് ഹൈഡ്രജനും CH2 ആണ്. ഇനി അടുത്ത കോമ്പൗണ്ട് C3H8 നോക്കിയാലും അതേ CH2ന്റെ വ്യത്യാസം കാണാൻ പറ്റും. 2 3 ആയപ്പോ ഒരു കാർബൺ കൂടി, 6 8 ആയപ്പോ രണ്ട് ഹൈഡ്രജൻ കൂടി. ഇത്തരത്തിൽ അടുത്തടുത്ത കോമ്പൗണ്ടുകൾ തമ്മിൽ ഒരു CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒരു ഹോമോലോഗസ് സീരീസ് എന്ന് വിളിക്കാം. അപ്പൊ ഇവിടെ കാണുന്ന ഹോമോലോഗസ് സീരീസ് ആൽക്കീൻ ആണ്. ആൽക്കീന്റെ ഹോമോലോഗസ് സീരീസ് ആണ്. അപ്പൊ അതിന് ജനറൽ ഫോർമുല ഉണ്ടല്ലോ. എന്താ ജനറൽ ഫോർമുല? CnH2n+2. അപ്പൊ ഇതാണ് ഒരു ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ ജനറൽ ഫോർമുലയാണ്. ആൽക്കീൻസ്, ആൽക്കൈൻസ് ആൻഡ് ആൽക്കൈൻസ് എല്ലാത്തിന്റെയും ജനറൽ ഫോർമുല നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിപ്പോ നമുക്ക് ബൈ ഹാർട്ട് ആണ്. ഇനി ഇവിടെ ഓരോന്ന് വരുമ്പോഴും ഒരു ഹൈഡ്രജൻ ഡെഫിഷ്യൻസി വരാറില്ലേ? അതായത് രണ്ട് ഹൈഡ്രജൻ വീതം സക്സസീവ് ആയിട്ട് കുറയുന്ന കണ്ടിട്ടില്ലേ? ആ ഹൈഡ്രജൻ ഡെഫിഷ്യൻസി ഇവിടെ വരാൻ കാര്യം ബോണ്ട് കൂടുന്നത് കൊണ്ടാണ്. അതായത് ബോണ്ടിന്റെ എണ്ണം കൂടിയാൽ, ഒരു ബോണ്ട് കൂടിയാൽ രണ്ട് ഹൈഡ്രജൻ ആണ് കുറയുന്നത്. മാത്രമല്ല ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന് ഒരു റിംഗ് ആയാലും രണ്ട് ഹൈഡ്രജൻ കുറയും. അപ്പൊ അത്തരത്തിലുള്ള കോമ്പൗണ്ടിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഓക്കെ, പക്ഷെ ആദ്യം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു, ഇനി ഒരു ക്ലാസ്സും കൂടെ ഉണ്ട് പറയാത്ത ക്ലാസ്. ഇറ്റ്സ് സൈക്ലോ കോമ്പൗണ്ട്സ്. സൈക്ലോ കോമ്പൗണ്ട്സും ഹൈഡ്രോ കാർബൺസ് തന്നെയാണ്. അപ്പൊ സൈക്ലോ കോമ്പൗണ്ട്സും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് തന്നെയാണ്. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ ഡെഫിഷ്യൻസി എങ്ങനെയൊക്കെ വരുന്നത്, അതായത് ഹൈഡ്രജനിൽ കുറമ്പ് വരാനായിട്ട് രണ്ട് കാരണം എന്തൊക്കെയാ? ബോണ്ടിന്റെ എണ്ണം കൂടുമ്പോൾ രണ്ട് ഹൈഡ്രജൻ കുറയാം, റിങ്ങിന്റെ എണ്ണം കൂടുമ്പോഴും രണ്ട് ഹൈഡ്രജൻ വെച്ച് കുറയാം. ഇത്തരത്തിലുള്ള ഹൈഡ്രജൻ ഡെഫിഷ്യൻസി ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സൈക്ലോ ആൽക്കെയിൻസിനെ പറ്റി ഇനി പഠിച്ചാലോ? സൈക്ലോ ആൽക്കെയിൻസ് അതിന്റെ ജനറൽ ഫോർമുലയെ പറ്റി പഠിച്ചാലോ? നോക്കാം. സൈക്ലോ ആൽക്കെയിൻസിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദീസ് ആർ ഓൾസോ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. അത് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് തന്നെയാണ്. വിത്ത് കാർബൺ ആറ്റംസ് ആർ കണക്റ്റഡ് ഇൻ എ റിംഗ്. അതായത് ഒരു സൈക്കിൾ പോലെ തുടങ്ങുന്ന കാർബൺ ആറ്റത്തിലേക്ക് അവസാനത്തെ കാർബൺ ആറ്റം വന്ന് നിൽക്കും. ഇത് ചേർന്ന് ഒരു സൈക്കിൾ ആയിട്ട് മാറും, പക്ഷേ ഒരു റിംഗ് ആയിട്ട് മാറും. പക്ഷേ ഇവർക്കിടയിലുള്ളത് സിംഗിൾ ബോൺസ് ആയിരിക്കും. അതാണ് സൈക്ലോ ആൽക്കെയിൻസ്. എന്നിലാണ് അവസാനിച്ചത്. അപ്പൊ സിംഗിൾ ബോണ്ട് ആണ് ഇവർക്കിടയ്ക്കുള്ളത് സൈക്ലോ ആൽക്കെയിൻസിന്റെ ഇടയ്ക്ക്. അതിന്റെ ജനറൽ ഫോർമുല പക്ഷേ CnH2n ആണ്. ഇതേ ജനറൽ ഫോർമുലയാണ് നമ്മൾ എന്തിലും കണ്ടത്? ആൽക്കീൻസിലും കണ്ടത്. അപ്പൊ ആൽക്കീൻസിനും ആൽക്കെയിൻസിനും ഒരേ ഫോർമുല എന്ന് ചോദിച്ചാൽ ഇവിടെ ഈ രണ്ട് ഹൈഡ്രജൻ ഡെഫിഷ്യൻസി വന്നില്ലേ? ഈ രണ്ട് ഹൈഡ്രജൻ ഡെഫിഷ്യൻസിക്ക് കാരണം ബോണ്ടിന്റെ എണ്ണം കൂടിയതല്ല, പക്ഷേ റിങ്ങിന്റെ എണ്ണം കൂടിയത് കൊണ്ടാണ്.
റിംഗ് ഉണ്ടായപ്പോൾ 2 ഹൈഡ്രജൻ കുറഞ്ഞു. ഓക്കെ, ദ ഹൈഡ്രജൻ ആറ്റം ബിക്കോസ് ദ റിംഗ് ക്ലോസിംഗ് റിമൂവ്സ് 2 ഹൈഡ്രജൻ. റിംഗ് ഇങ്ങനെ ഉണ്ടാവുമ്പോൾ 2 ഹൈഡ്രജൻ കുറയും. അപ്പൊ സൈക്ലോ ആൽക്കീനുകൾക്കും ആൽക്കീനുകൾക്കും ഒരേ ഫോർമുലയാണ് CnH2n. ഐ വിൽ എക്സ്പ്ലെയിൻ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സൈക്ലോ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പ്രൊപ്പെയിൻ, സൈക്ലോപ്രൊപ്പെയിൻ. ഈ സൈക്ലോ കോമ്പൗണ്ടുകൾക്ക് പ്രിഫിക്സ് ആയിട്ട് സൈക്ലോ എന്ന് പറയുന്ന വാക്കങ്ങ് ചേർത്താൽ മതി. അപ്പൊ സൈക്ലോപ്രൊപ്പെയിൻ എന്ന് പറഞ്ഞാൽ 3 കാർബൺ, 1 2 3. ഇതൊരു സൈക്കിൾ പോലെ, ഒരു റിംഗ് പോലെ ഇരിക്കും. അപ്പൊ എല്ലാ കാർബണും 2 വാലൻസി വീതം ഫില്ലായി. അപ്പൊ ഇതിൽ ഇനി ബാക്കിയുള്ള 2 ഹൈഡ്രജൻ, ഇതിൽ ഇനി 2 ഹൈഡ്രജൻ വരും, ഇതിലും ഇനി 2 ഹൈഡ്രജൻ വരും. ഓക്കെ, അപ്പൊ C3H6 എന്ന് വരും. കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തിന്റെ ഇരട്ടി ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, അപ്പൊ ഇവിടെ 2 ഹൈഡ്രജൻ കുറഞ്ഞ്, ഇത് സിംഗിൾ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്, സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ, ഡബിൾ ബോണ്ട് ഒന്നുമില്ല. പക്ഷേ ഇവിടെ 2 ഹൈഡ്രജൻ കുറഞ്ഞതിന് കാരണം എന്താണ്? റിംഗ് ഫോം ചെയ്തത് കൊണ്ടാണ്. ഓക്കെ, ഇത്തരത്തിൽ സൈക്ലോബ്യൂട്ടെയിൻ, സൈക്ലോപ്രൊപ്പെയിൻ, സൈക്ലോപെന്റെയിൻ, സൈക്ലോഹെക്സെയിൻ അങ്ങനെയുള്ള കോമ്പൗണ്ടുകൾ സൈക്ലോ കോമ്പൗണ്ട്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതിന്റെ ജനറൽ ഫോർമുലയും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പൊ ആൽക്കെയിൻസിന്റെ ഫോർമുല CnH2n+2, സൈക്ലോ ആൽക്കെയിൻസിന്റെ ഫോർമുല CnH2n. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സൈക്ലോപ്രൊപ്പെയിൻ, അതാണ് നമ്മളിപ്പോ വരച്ചത്, അതുപോലെ സൈക്ലോബ്യൂട്ടെയിൻ, സൈക്ലോപെന്റെയിൻ, സൈക്ലോഹെക്സെയിൻ ഒക്കെ വരയ്ക്കാം. ഇവിടെ ഹൈബ്രിഡൈസേഷനിൽ വ്യത്യാസമൊന്നുമില്ല, കാരണം എല്ലാ സിംഗിൾ ബോണ്ട് അല്ലേ, അതുകൊണ്ട് ഹൈബ്രിഡൈസേഷനിൽ വ്യത്യാസമൊന്നുമില്ല. അത് sp3 ഹൈബ്രിഡൈസ്ഡ് തന്നെയാണ്. മാത്രമല്ല സൈക്ലോ കോമ്പൗണ്ട്സ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് തന്നെയാണ്. അത് അൺസാച്ചുറേറ്റഡ് ഒന്നും പറയാൻ പറ്റില്ല, അത് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് തന്നെയാണ്. അതിന് കാരണം എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ സിംഗിൾ ബോണ്ട്സ് മാത്രമല്ലേ ഉള്ളൂ. സിംഗിൾ ബോണ്ട്സ് മാത്രമേ ഉള്ളെങ്കിൽ അതെന്താണ്? സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് തന്നെയാണ്. ഓക്കെ, അപ്പൊ എക്സാംസിന് ആവശ്യമായിട്ടുള്ള ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇതുവരെ നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ, സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് മാത്രമുള്ള കോമ്പൗണ്ട്സ് ആണ്. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ട്സോ ഉണ്ടാവും. ജനറൽ ഫോർമുല ആ ഒരു ക്ലാസ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഏത് ഗ്രൂപ്പ് ആണെന്നുള്ളത് ജനറൽ ഫോർമുല കണ്ടുപിടിക്കുന്നതോടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ആരോമാറ്റിക് കോമ്പൗണ്ട്, ഒരു കോമ്പൗണ്ട് ആരോമാറ്റിക് ആണെന്ന് തെളിയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു റൂൾ ആണ് ഹക്കൽ റൂൾ. ഹക്കൽ റൂൾ എന്ന് പറഞ്ഞാല് 4n+2 പൈ ഇലക്ട്രോൺസ് ഉള്ള കോമ്പൗണ്ടുകളാണ് ആരോമാറ്റിക് എന്നാ പറയുന്നത്. സോ ഐ വിൽ എക്സ്പ്ലെയിൻ. ഹക്കൽ റൂൾ പറയുന്നത് ഇതാണ്: ഒരു കോമ്പൗണ്ട് ആരോമാറ്റിക് ആവണമെങ്കിൽ ആ കോമ്പൗണ്ട് പ്ലെയിനാർ ആയിരിക്കണം. രണ്ടാമത്തത്, ആ കോമ്പൗണ്ട് ഒരു റിംഗ് കോമ്പൗണ്ട് ആയിരിക്കണം. മൂന്നാമത്തത്, അതിൽ 4n+2 പൈ ഇലക്ട്രോൺ വേണം. അപ്പൊ ആദ്യത്തെ 2 കാര്യങ്ങൾ കുഴപ്പമില്ല. അതായത് ഇവിടെ പ്ലെയിനാർ ആണ്, കാരണം ഈ ഡബിൾ ബോണ്ട് വരുന്നതുകൊണ്ട് ഓരോ കാർബണും sp2 ഹൈബ്രിഡൈസ്ഡ് ആ, അതായത് ട്രയഗണൽ പ്ലെയിനാർ ജോമെട്രി ആണ് എല്ലാത്തിനും. അതുകൊണ്ട് ഇത് 3D അല്ല, 2D ആണ്. ഒരു പ്ലെയിനിൽ നമുക്ക് ഇങ്ങനെ വയ്ക്കാം. ഇതൊരു പ്ലെയിനാർ സ്ട്രക്ചർ ആണ് ഇതിനുള്ളത്. അപ്പൊ ആ ഇത് ക്ലിയർ ഇല്ല. ഇനി ബെൻസീൻ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൽ റിംഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ റിംഗ് ഉണ്ട്. അടുത്തതാണ്, ഇതിനകത്ത് 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടാവണം എന്നുള്ളത്. അപ്പൊ നേരത്തെ ഞാൻ പൈ ഇലക്ട്രോണുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ കാർബണിലും ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ ഡീലോക്കലൈസേഷൻ നടത്തുന്ന ഓരോ ഇലക്ട്രോണുകൾ വീതമുണ്ട്. അത്തരത്തിലുള്ള ഇലക്ട്രോണുകളെയാണ് പൈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പൊ 6 കാർബൺ ഉണ്ടെങ്കിൽ ഇതിൽ 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ബെൻസീനിൽ 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ 4n+2 വെച്ച് നമുക്ക് നോക്കിയാലോ, വേർ ദിസ് n സ്റ്റാൻഡ്സ് ഫോർ ദ നമ്പർ ഓഫ് റിംഗ്സ്. ഓക്കെ, നമ്പർ ഓഫ് റിംഗ്സ്. അപ്പൊ ബെൻസീനിൽ ഒരേ ഒരു റിംഗേ ഉള്ളൂ. അപ്പൊ 4n+2 എന്ന് പറയുമ്പോൾ 4x1+2 = 6. അപ്പൊ 6 പൈ ഇലക്ട്രോൺസ് ഉണ്ടാവണം. ശരിയാണ്, 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട് ബെൻസീനിൽ. അപ്പൊ ബെൻസീൻ ഒരു പ്ലാനാർ മോളിക്യൂൾ ആണ്, റിംഗ് സ്ട്രക്ചർ ആണ്. 6 പൈ ഇലക്ട്രോൺസ്, അതായത് 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ മുന്നേ കണ്ടത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ ജനറൽ ഫോർമുലേനെ ബേസ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം, കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒരു കൺസെപ്ഷ്യൽ ക്ലാരിറ്റിക്ക് വേണ്ടി. അതിൽ ഒന്നാമത്തെ ചോദ്യം, ദ ജനറൽ ഫോർമുല ഓഫ് ആൽക്കെയിൻസ് ഈസ്. ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല താഴെ തന്നിട്ടുള്ളത് ഏതാണ്? CnH2n, CnH2n+2 അങ്ങനെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ ഓപ്ഷൻസ് ഒന്നും വായിക്കേണ്ട കാര്യമൊന്നുമില്ല. ആൽക്കെയിൻസ് ANയിൽ അവസാനിക്കുന്നു. അപ്പൊ CnH2n+2 ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, വിച്ച് ഹൈഡ്രോകാർബൺ ഈസ് ആരോമാറ്റിക്. ഇതിൽ ആരോമാറ്റിക് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺ ഏതാണ്? ഓക്കെ, ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ എന്ന് പറയുമ്പോൾ അതിന്റെ ജനറൽ ഫോർമുല എപ്പോഴും ഒന്നായിരിക്കണമെന്നില്ല, എങ്കിൽ പോലും അതിന്റെ ജനറൽ ഫോർമുല ആയിട്ട് നമ്മൾ പഠിച്ച CnHn ആണ്.
കാർബൺ ആറ്റത്തിന്റെ എണ്ണം എത്രയാണോ അത്ര തന്നെ ഹൈഡ്രജൻ ആറ്റം ഉണ്ടെങ്കിൽ അത് നമുക്ക് അരോമാറ്റിക് എന്ന് പറയാം. അപ്പൊ ഇവിടെ ബാക്കി എല്ലാം നോക്കിയാൽ മതി. ഇത് CH4, ഇതൊരു ആൽക്കെയിൻ ആണ്. C2H6, കാർബൺ ആറ്റത്തിന്റെ ഇരട്ടിയേക്കാൾ 2 കൂടുതൽ ഹൈഡ്രജൻ, ആൽക്കെയിൻ ആണ്. ഇതും C3H8, ഇതും ആൽക്കെയിൻ ആണ്. അപ്പോ അതിൽ പെടാത്ത ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ, C6H6, അതാണ് നമ്മുടെ ബെൻസീൻ. ഈ കോമ്പൗണ്ടിനെയാണ് നമ്മൾ ബെൻസീൻ എന്ന് പറഞ്ഞു പഠിച്ചത് അല്ലെ. അപ്പൊ ബെൻസീൻ ഇതാണ് ആരോമാറ്റിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. A hydrogen with the formula C4H8 is most likely. അപ്പൊ C4H8 നോക്കൂ, കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തിന്റെ ഇരട്ടി ഹൈഡ്രജൻ ആറ്റം ഉള്ളത്. സോ ഇതിന്റെ ജനറൽ ഫോർമുല എന്താണ്? CnH2n. കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തിന്റെ ഇരട്ടി ഹൈഡ്രജൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ആൽക്കീൻ ആണ്. ഓക്കെ, ആൽക്കീനുകളുടെ പ്രത്യേകതയല്ലേ അത്? കാർബൺ ആറ്റത്തിന്റെ എണ്ണം എത്രയാണോ അതിന്റെ ഇരട്ടി ഹൈഡ്രജൻ ആറ്റം ഉണ്ട് ആൽക്കീനിൽ. അത് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത്. വിച്ച് സീരീസ് ഷോസ് ഹോമലോഗസ് റിലേഷൻ? ഇതിൽ ഹോമലോഗസ് റിലേഷൻ കാണിക്കുന്ന സീരീസ് ഏതാണ്? ഇപ്പൊ ഓരോ സീരീസ് ആയിട്ട് നോക്കാം. ഇവിടെ കാർബൺ ആറ്റം 1, 2, 3 ഓരോന്ന് വീതം കൂടുന്നുണ്ട്. പക്ഷേ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണത്തിൽ മാറ്റമില്ല. ഹോമലോഗസ് സീരീസിന്റെ പ്രത്യേകത കാർബണിന്റെയും ഹൈഡ്രജന്റെയും എണ്ണം CH2, അതായത് രണ്ട് കോമ്പൗണ്ടുകൾ തമ്മിൽ CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസം വേണം. പക്ഷെ ഇവിടെ ഹൈഡ്രജൻ 4, ഇവിടെയും ഹൈഡ്രജൻ 4. അപ്പൊ എച്ചിന്റെ എണ്ണത്തിൽ വ്യത്യാസമില്ല. അപ്പൊ എ അല്ല, എ തെറ്റാണ്. ബി, 2, 3, 4 കാർബൺ ആറ്റം ഓരോന്ന് വീതം കൂടുന്നുണ്ട്. 6, 8, 10 ഹൈഡ്രജൻ ആറ്റം 2 വീതം കൂടുന്നുണ്ട്. കറക്റ്റ് ആണ്. അപ്പൊ ഇതൊരു ഹോമോലോഗസ് സീരീസ് ആണ്. അപ്പൊ ഇതും അല്ലായിരിക്കും. അത് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ C1 കഴിഞ്ഞിട്ട് പിന്നെ 3 ആ. അപ്പൊ ഇതല്ല. ഇവിടെ C6, 7, 8 അത് ഓക്കെ. ഇവിടെ 6, 8, 8 ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം തെറ്റ്. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ ഇവിടെ രണ്ട് കോമ്പൗണ്ടുകൾക്കിടയ്ക്ക് CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസം ഉള്ളത് കൊണ്ട് ഇതെന്താണ്? ഇതൊരു ഹോമോലോഗസ് സീരീസ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ലാസ്റ്റ്, ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ഇൻ ആൽക്കൈൻസ്. ആൽക്കൈൻസിൽ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ് എന്നാണ് ചോദ്യം. ആൽക്കൈൻസിൽ ആൽക്കൈൻ ആണ്. ആൽക്കൈൻ എന്ന് പറയുമ്പോൾ അത് ട്രിപ്പിൾ ബോണ്ട് ആണ്. ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ടിൽ ഹൈബ്രിഡൈസേഷൻ sp ഹൈബ്രിഡൈസേഷൻ ആണ്, ലീനിയർ ഷേപ്പ് ആണ്. അപ്പോ ഓപ്ഷൻ സി sp ഹൈബ്രിഡൈസേഷൻ ഈസ് ദ ആൻസർ. ഓക്കെ ആണല്ലോ. യെസ്, അപ്പൊ ജനറൽ ഫോർമുലേനെ പറ്റി നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.